അപ്പം എങ്ങനാ ഒന്ന് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊന്ന് കൊടുക്കുമോ? ഓക്കെ, എൻ്റെ പേര് ബിനു സേവ്യർ. ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഒരു മിനിറ്റ്. ഓക്കെ വെച്ചോ ബ്രോ. നമ്മള് ഇവിടെ സീ പാർക്കിലാണ്, നല്ല സൂപ്പർ കോഫി ഒക്കെ ഉണ്ട്. കോഫി എങ്ങനെ ഉണ്ട് ബ്രോ? കോഫി നല്ല രസമുണ്ട്. എൻ്റെ പേര് ബിനു സേവ്യർ. ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്ററാണ്. ഞാൻ അനിമേഷൻ പഠിച്ചതിന് ശേഷം പിന്നെ ഓരോ കമ്പനികളിൽ നിന്നും ഇത് പഠിച്ചു വന്നതാണ്. ഇപ്പോൾ നാട്ടിൽ അമേസിങ് ആക്സോൺ എന്ന് പറഞ്ഞൊരു മാർക്കറ്റിംഗ് സ്ഥാപനമുണ്ട്. പക്ഷേ അതിനുപരി ഞാൻ ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഒരു കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിക്കാനായിട്ട് പ്രിപ്പയർഡ് ആണ്. അതിൽ ഏറ്റവും ആദ്യമേ തന്നെ ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പം എനിക്കറിയാം, ഓൾറെഡി അറിയാം, ബ്രോയുടെ പപ്പ എന്ന് പറയുന്നത് നല്ല ആക്റ്റീവായിട്ടുണ്ടായിരുന്ന ഒരു കോൺഗ്രസ്സിലെ പ്രവർത്തകനാണ്. അപ്പം എന്തുകൊണ്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നിട്ടും അല്ലെ വളർന്നു വരുന്ന സമയത്തൊക്കെ ആ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയം കണ്ടു വളർന്നിട്ടും അതിൽ നിന്ന് വിട്ട് ഈ ഒരു പുതിയ പാർട്ടിയിലോട്ട് ചിന്തിക്കാനായിട്ടുള്ള റീസൺ എന്താണ്? ഞാൻ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ജോയിൻ ചെയ്തിട്ട് ഏകദേശം ഒരു 5 വർഷമായിട്ടുള്ളൂ. ഇതുവരെ അതിന് മുന്നേ വരെ എനിക്ക് രാഷ്ട്രീയ പാർട്ടിയോട് താല്പര്യമില്ലായിരുന്നു. കാരണം ഇവിടുത്തെ പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ വോട്ട് ചെയ്യാൻ പോലും താല്പര്യമില്ലാത്ത ഒരു യൂത്ത് ആയിരുന്നു എൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അരവിന്ദ് കെജ്രിവാൾ ശരിക്കും എന്നെ ഇൻസ്പയർ ചെയ്തു. കാരണം പുള്ളി ചെയ്ത ആക്ടിവിറ്റീസ് ഒക്കെയാണ് എന്നെ പാർട്ടിയിലോട്ട് വരാൻ കാരണം. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ്: നമ്മളൊരു മൊബൈൽ ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഫോണിൽ അപ്ഡേറ്റ് ഉണ്ട്, ഓക്കെ. പക്ഷേ ഇവിടുത്തെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിനും അപ്ഡേറ്റ് ഉണ്ടാകുന്നത് ഞാൻ കാണുന്നില്ല. എല്ലാവരും ഒരു 80s കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതിനുശേഷം ഇവരെ കണ്ടപ്പോഴാണ് തോന്നിയത് നമുക്കൊരു മാറ്റം വരണം. അങ്ങനെയാണ് ഞാൻ ഇതിൽ ജോയിൻ ചെയ്തത്. അപ്പൊ ഈ ആദ്യത്തെ ചോദ്യത്തിൽ നിന്നും ക്ലിയർ ആണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പാർട്ടി ചൂസ് ചെയ്തെന്ന്. ആ ചോദ്യത്തിൽ തന്നെ നിലനിന്നുകൊണ്ട് ഞാൻ ചോദിക്കാം. ഇപ്പം ഒരു പാർട്ടി സ്വീകരിക്കുന്നത് ഓക്കെ, പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു കാലത്തിൽ, അതായത് നീണ്ടാരിൽ ആർക്കും എനിക്ക് തോന്നുന്നില്ല, ഒരു 90% ആൾക്കാർക്ക് ആം ആദ്മി പാർട്ടിനെ കുറിച്ച് ഒരു അറിവില്ലായിരുന്ന ഒരു സമയത്താണ് കാൻഡിഡേറ്റ് ആവുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എന്താ എത്തി? എന്തെങ്കിലും പ്രൊട്ടസ്റ്റ് ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും കാര്യം മനസ്സിൽ കണ്ടിട്ടാണോ ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തിയത്? ഈ പാർട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഒരിക്കലും ഞാനൊരു കാൻഡിഡേറ്റ് ആകും എന്നുള്ളത് ഈ ഇലക്ഷന്റെ തൊട്ട് മുന്നേ വരെ ഞാൻ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ എനിക്ക് നമ്മളൊരു വോളണ്ടിയർ ആണ്, ആം ആദ്മിയുടെ വോളണ്ടിയർ ആണ്. നമ്മൾ കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്തു, പാർട്ടി നോക്കാതെ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്തു. എന്തുകൊണ്ട് നമ്മൾ ഒരു വിശ്വസിച്ച് ജയിപ്പിച്ച പാർട്ടികളിൽ നിന്ന് പോലും നമുക്ക് കിട്ടിയ മോശം അനുഭവമാണ് എന്നെ ഒരു കാൻഡിഡേറ്റ് ആകാനായിട്ട് പ്രേരിപ്പിച്ചത്. അതിന് കാരണങ്ങൾ ഞാൻ ചിലതൊക്കെ പറയാം. തെരുവ് നായകളുടെ പ്രശ്നത്തിൽ ഞങ്ങൾ ഓരോ വീട്ടിലും കയറി, അതായത് ഞങ്ങളുടെ ജോലി സമയം കഴിഞ്ഞ് ഓരോ വീട്ടിൽ കയറി ഞങ്ങൾ പരാതി സ്വീകരിക്കുന്നുണ്ടായിരുന്നു. അത് ഞങ്ങൾ പഞ്ചായത്തിൽ കൊണ്ട് കൊടുത്തപ്പോൾ ആദ്യത്തെ 30-35ഓളം പരാതികൾ സ്വീകരിച്ചു. അതിനുശേഷമുള്ള പരാതികൾ ഇവർ സ്വീകരിക്കുന്നില്ല. അപ്പോൾ അവിടെ ഉള്ള എല്ലാ പൊളിറ്റിക്കൽ പാർട്ടിയും ഒരേ കണക്ക് തന്നെ നമ്മളെ എതിർക്കുന്ന രീതിയിലാണ് തോന്നി. അപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഇതാണ്. കാരണം എന്തെങ്കിലും കാര്യങ്ങൾ ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എല്ലാ പാർട്ടിയും ഒന്നാണ്. ആൾക്കാർക്ക് വേണ്ടി ചോദിക്കാൻ പോകുന്നതിന് ഒരു വിലയില്ല. അപ്പോൾ നമ്മൾ ചിന്തിച്ചു, അതും ഒരു റീസൺ ആണ്. രണ്ടാമത്തെ കാര്യം, കേവലം ഒരു സ്ട്രീറ്റ് ലൈറ്റ് അതിന്റെ പ്രശ്നം, അത് കത്തുന്നില്ല എന്ന് പറഞ്ഞതിന് അവര് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അതായത് നമ്മൾ ജയിപ്പിച്ചു വിട്ട ആള് തന്നെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു. അപ്പോൾ നമ്മൾ ഇനി എന്ത് വിശ്വസിച്ച് വേണം ഇവരെ അടുത്ത തവണ നമ്മൾ ജയിപ്പിക്കാൻ? അപ്പോൾ ആ പാർട്ടി ആ സമയത്ത് സ്വീകരിച്ച നടപടികളും ഒക്കെ നമ്മൾ പരിശോധിച്ചപ്പോൾ ഇവരെ പോലുള്ള ആൾക്കാരെ വളം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർട്ടിയുടെ നയങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാർ രാഷ്ട്രീയത്തിൽ വരണം. അത് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ആ ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്ത കണക്ക് ഇതൊരു പ്രൊട്ടസ്റ്റ് ആണ്, സീരിയസ്ലി ഇതൊരു പ്രൊട്ടസ്റ്റ് ആണ്. പക്ഷെ ഈ ഒരു റിസ്ക് എടുക്കാൻ കാണിച്ചൊരു ധൈര്യം ഉണ്ടല്ലോ. അതെ, കാരണം ഒത്തിരി ആൾക്കാർ ഇത് പേഴ്സണൽ റിവെഞ്ച് ആണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതൊരിക്കലും ഒരു പേഴ്സണൽ റിവെഞ്ച് അല്ല. ആം ആദ്മി എന്ന് പറഞ്ഞാൽ തന്നെ സാധാരണക്കാരൻ എന്നുള്ളതാണ്. അപ്പൊ സാധാരണക്കാരന് വേണ്ടി ഒരു സാധാരണക്കാരൻ നിൽക്കുന്നു. അതാണ് ഇവിടെ വരുന്ന കാര്യം. കാരണം ഞാൻ ഇത്രയും കാലം പഠിച്ചതും എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസും എൻ്റെ നാടിന് വേണ്ടി കുറച്ച് നാൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഞാൻ പഠിച്ചതും എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസും എൻ്റെ കാര്യം മാത്രം നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഒരു മാറ്റം ഉണ്ടാവത്തില്ല. നീണ്ടേറെ ഞാൻ നോക്കിയിട്ട് ഏകദേശം ഒരു 25 വർഷത്തോളമായി നല്ലൊരു അപ്ഡേറ്റ് വന്നിട്ട്. അപ്പോൾ അതിന് ആരെങ്കിലും ശ്രമിക്കുന്നതായി എനിക്ക് തോന്നാത്തത് കൊണ്ട് ഞാൻ ഒന്ന് ശ്രമിക്കാൻ വന്നതാണ്. നമുക്കറിയാം ഈ ഒരു ഇലക്ഷന്റെ സമയത്ത് എല്ലാവരും പറയുന്ന അതേ വാചകങ്ങൾ ചേട്ടൻ്റെ അടുത്ത് നിന്ന് കേട്ടത്, ബിനേശാന്റെ അടുത്ത് നിന്ന് കേട്ടിട്ടുണ്ട്. അതായത് കുറെ കാര്യങ്ങൾ ചെയ്യണം, പക്ഷെ എന്ത് ചെയ്യാൻ സാധിക്കും? നമ്മുടെ നാട്ടിൽ കൊണ്ടുവരാൻ പോകുന്ന എന്ത് ഇന്നോവേഷൻ ആണ് പോസിബിൾ ആയിട്ടുള്ള ഇന്നോവേഷൻസ് എന്തൊക്കെയാണ്? അതായത് ഞങ്ങൾ ഓൾറെഡി ഒരു കാര്യം പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ആം ആദ്മി പാർട്ടിയുടെ ഒരു കൊടിമരം നീണ്ടേരെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കൊടിമരത്തിൽ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചു, സോളാറിന്റെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ചു. കാരണം നമ്മൾ അതൊരു മെസ്സേജാണ് കൊടുത്തത്. ഒത്തിരി സ്ഥലങ്ങളിൽ കൂരിരുട്ടായിട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ട്.
അവിടെ ഒത്തിരി കൊടിമരങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല, എല്ലാ പാർട്ടിക്കും ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. ഇതേ കണക്ക് തന്നെ നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ഇപ്പോഴും ഡിഫെൻഡ് ചെയ്തിട്ട് വെട്ടം കിട്ടാതെ കിടക്കുന്ന പല പോസ്റ്റുകളുണ്ട്. ഈ പോസ്റ്റുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, സോളാറിൻ്റെ ലൈറ്റ് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കാം. അതേ കണക്ക് തന്നെയാണ് നമ്മുടെ അങ്ങോട്ട് പോകുന്ന വഴിയിൽ ഒരു ചെറിയ പാലമുണ്ട്. ഈ പാലത്തിന് കൂടെ നടന്നു പോകുന്ന ആൾക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം അവിടെ വെട്ടമില്ല. പക്ഷെ ഞാൻ ചിന്തിച്ചു, എന്താണ് സോളാർ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നം സോൾവ് ആണ്. നമ്മൾ ജീവിക്കുന്നത് 2025-ലാണ്, പക്ഷെ നമ്മുടെ പഞ്ചായത്ത് 80-കളിലെ പോലെയാണ് ചിന്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനെ മാറ്റണമെന്നുണ്ടെങ്കിൽ ലോകം കണ്ട അല്ലെങ്കിൽ മാറ്റാൻ സാധിക്കുന്ന ആൾക്കാർ വരണം എന്നുള്ളതാണ്. ഞാൻ ഉൾപ്പെടുന്ന സമൂഹം മീൻപിടുത്തക്കാരിൽ നിന്ന് വന്നതാണ്. അപ്പോൾ പഞ്ചായത്ത് ഓഫീസിലായാലും ഗവൺമെൻറ് ഓഫീസിലായാലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ നമ്മുടെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്ന രീതി എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഞാൻ ഗൾഫിൽ ജോലി ചെയ്ത സമയത്ത് അവിടെ ഗവൺമെന്റ് ഓഫീസിൽ നമുക്ക് കിട്ടുന്ന ട്രീറ്റ്മെന്റ് പോലും നമ്മുടെ നാട്ടിൽ കിട്ടുന്നില്ല. ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം നാട്ടിൽ കിട്ടുന്നില്ല. ഇന്നോവേഷൻ കൊണ്ടുവരുന്നതിന് മുന്നേ ഏറ്റവും ആദ്യമേ ക്ലിയർ ചെയ്യാൻ പോകുന്ന കാര്യം ഇതായിരിക്കും. കാരണം നമ്മുടെ നാട്ടുകാർ, നമ്മുടെ ഒരു സുഹൃത്ത്, നമ്മുടെ ഒരു ബന്ധു, നമ്മുടെ ഒരു അപ്പച്ചൻ, അമ്മ, അല്ലെങ്കിൽ വയസ്സായ ഒരു അമ്മാമ്മ, അപ്പാപ്പൻ ആരെങ്കിലും കയറി ചെന്നാൽ ഇവരെ ഇട്ട് ഓട്ടിക്കുന്ന പ്രവണത നമ്മളിവിടെ നിർത്തും. കാരണം നമ്മൾ ജീവിക്കുന്ന 2025-ലാണ്, നമുക്ക് നല്ല സർവീസ് വേണം. വേറെ ഒന്നും കൊണ്ടല്ല, കാരണം ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട്. എൻ്റെ സ്ഥാപനം നിൽക്കുന്ന അക്ഷയ സെന്ററിന്റെ അടുത്താണ്. ഒരു ചെറിയ ഫോട്ടോ കോപ്പിക്ക് വേണ്ടി പോലും ഇവരെ ഇട്ട് ഓട്ടിക്കുന്ന കാലഘട്ടമാണ്. ഒരു ഡോക്യുമെന്റിന് ചെല്ലുമ്പോൾ അവർക്കൊരു ചെക്ക് ലിസ്റ്റ് കൊടുക്കാം, നിങ്ങൾക്ക് ഇത്രയും സാധനം കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇത് നടക്കും. പക്ഷെ ഓരോന്ന് കൊണ്ടുവരുമ്പോഴാണ് ഇവർ അടുത്തതിന് വേണ്ടി ഓട്ടിക്കുന്നത്. ഇതൊക്കെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടതല്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നെങ്കിൽ അത് ഏറ്റവും നല്ല കാര്യം. വേറെ ഏതൊരു കാര്യത്തിനെ കാട്ടിയും നമ്മുടെ നോർമൽ പീപ്പിൾസിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പൊ അതെനിക്ക് നല്ലതായിട്ട് തോന്നി. വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് പെട്ടെന്ന് മനസ്സിൽ കണ്ടെത്തിയത്? നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കിൽ പാർക്കുകൾ, ഡിജിറ്റൽ ലൈബ്രറി. ഇപ്പൊ നമ്മൾ ജീവിക്കുന്നത് ഇന്റർനെറ്റ് വേൾഡിലാണ്. അതായത് നമ്മുടെ VR പോലുള്ള സംവിധാനങ്ങൾ വെച്ചിട്ട് മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും റോബോട്ടിക്സ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക അവരുടെ ഫ്രണ്ടിൽ നിന്ന് പഠിപ്പിക്കുന്ന കണക്കുള്ള ടെക്നോളജി നമുക്കിപ്പോൾ കൊടുക്കാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ ഒരു ബസ് ഷെഡ് കെട്ടുന്ന പൈസ മതി. അതായത് നമ്മുടെ നാട്ടിൽ അറിയാമല്ലോ, നമ്മുടെ സർക്കാർ കണക്ക് പ്രകാരം 5 ലക്ഷം രൂപയാണ് ഒരു ബസ് ഷെഡ് കിട്ടുന്നത്. ഈ ഒരു 5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മുടെ നല്ലൊരു സംഭവം കൊണ്ടുവരാൻ പറ്റും. പിന്നെ കുട്ടികൾക്ക് കളിസ്ഥലം വേണം. അപ്പൊ അത് ആ ഒരു ഇനിഷ്യേറ്റീവ് ഉടനെ ജയിച്ച ഉടനെ ചെയ്ത് കാണുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. ഉറപ്പായും. കാരണം എന്താ പറയുക, നമ്മുടെ അടുത്ത തലമുറയ്ക്ക് അതിന്റെ മേളിലോട്ട് പോകാനുള്ള ബേസ് ആണ് നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത്. കുറച്ച് പ്രായമായ ആൾക്കാർക്ക് സേഫായി നടക്കാൻ പറ്റുന്ന സ്ഥലം വേണം, അവർക്ക് വന്നിരിക്കാനുള്ള സ്ഥലം വേണം. നമുക്ക് വേസ്റ്റ് വെറും കുറച്ച് പ്ലാസ്റ്റിക് കവർ മാത്രമല്ല, നമ്മുടെ എല്ലാ വേസ്റ്റും ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം. ഇത് എല്ലായിടത്തെയും പോലെ തന്നെ ഇവിടുത്തെ ബേസിക് നീഡ്സ് ആണ്. അപ്പൊ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും ബേസിക് ആയിട്ട് പഞ്ചായത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് പബ്ലിക് ടോയ്ലറ്റ് വേണം. നീണ്ടരയില്ല പബ്ലിക് ടോയ്ലറ്റ്. ഈ വീഡിയോ കാണുന്ന നമ്മുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങള് നീണ്ടകരയിൽ ഒരു പബ്ലിക് ടോയ്ലറ്റ്, ഇപ്പം പെട്രോൾ പമ്പിൽ കൊണ്ടുവന്ന് കാണിക്കല്, നീണ്ടകരയിൽ ഒരു പബ്ലിക് ടോയ്ലറ്റ് കാണിച്ചു തരാനായിട്ട് സാധിക്കുമോ എന്ന് ഞാൻ ചോദിക്കാം. ബ്രോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, എങ്ങും ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ എന്റെ കൂടെ ഇപ്പൊ 2-3 പേരുണ്ട്. കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. അതാണ്. അപ്പം ഇത് പക്ഷെ നമ്മുടെ ബോർഡിലുണ്ട്, പഞ്ചായത്തിന്റെ ഫ്രണ്ടിലുള്ള ബോർഡിലുണ്ട്. അപ്പം ഇപ്പൊ ഈ ഇന്റർവ്യൂവിൽ ഇനിയും വരാനിരിക്കുന്നവർ വരികയാണെങ്കിൽ ഞാൻ അവരോട് ഈ കാര്യം പറയും. അവരിതിനൊക്കെ ഒരു തീർപ്പ് വരുത്തും എന്ന് തോന്നുന്നു. അപ്പൊ ബ്രോയും നാളെ ജയിച്ച് അവിടെ ചെന്നിരിക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം പരിഗണിക്കാൻ ഉറപ്പായിട്ടും. കാരണം നമ്മുടെ നീണ്ടയിൽ പബ്ലിക് ടോയ്ലറ്റ് വേണം, അതേനൊക്കെ തന്നെ പബ്ലിക് വേസ്റ്റ് ബിൻ വേണം. നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാര്യം പറഞ്ഞുതരാം. നമുക്ക് തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിൽ എന്തിനാണ് പൈസയുള്ള ആൾക്കാരുടെ 50 സെന്റും 60 സെന്റും നമ്മൾ കിളച്ച് വൃത്തിയാക്കുന്നത്? ഈ വ്യക്തികൾ എന്താണ് നമ്മുടെ പബ്ലിക് ആയിട്ടുള്ള സ്പേസുകൾ ക്ലീൻ ചെയ്യട്ടെ, പബ്ലിക്കായിട്ട് കിടക്കുന്ന മാലിന്യങ്ങൾ ട്രീറ്റ് ചെയ്യട്ടെ. അപ്പം നമ്മുടെ നാട് നന്നായില്ലേ? അപ്പോൾ അവർക്ക് കൊടുക്കുന്ന സാലറി ഇങ്ങനെയുള്ള കാര്യത്തിന് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് വരും. അത് കഴിഞ്ഞുള്ള ടൈം ടെറസുകളിലും ബാക്കിയുള്ള സ്പേസുകളിലും നമ്മുടെ കൃഷി വകുപ്പിനെ കുറിച്ച് അറിയാമല്ലോ, അവരെ ഇവിടെ അനങ്ങാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ അവരും കൂടെ ചേർന്നിട്ട് വെറും കറിവേപ്പില മാത്രം വെച്ചാൽ പോലും നമ്മുടെ നാട്ടിൽ വിഷമില്ലാത്ത കറിവേപ്പില നമ്മുടെ നാട്ടുകാർക്ക് കിട്ടും. നമ്മുടെ പഞ്ചായത്തിന് മൊത്തം ഉണ്ടാക്കാൻ പറ്റും. എൻ്റെ ഒരു വാർഡിൽ മാത്രം കറിവേപ്പില വെച്ചാൽ പോലും പഞ്ചായത്തിന് കിട്ടും. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, പച്ചമുളക്, തക്കാളി ഇങ്ങനെയുള്ള സാധനങ്ങൾ ഒന്ന് ചെറുതായിട്ട് വെച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കത്തില്ല. ഇത് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരത്തെ പറയുവാണ്, ചിലപ്പോൾ നിങ്ങളുടെ പഞ്ചായത്ത് വേറെ ആയിരിക്കാം, പക്ഷേ പുതിയ അപ്ഡേറ്റുകൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഇഷ്ടംപോലെ ഇലക്ഷന് നിൽക്കുന്ന വ്യക്തികൾ എന്തായാലും ഇതൊക്കെ കാണുന്നുണ്ട്. നല്ല ആശയങ്ങളാണ്.
അപ്പൊ ഇതൊരിക്കലും ഇങ്ങനെ ഒരാൾ പറഞ്ഞതുകൊണ്ട് അതിനെ എതിർക്കാൻ നിൽക്കാതെ ഇത് നിങ്ങളും കൂടെ ഉൾക്കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത് മിക്ക കാര്യങ്ങളും. അപ്പം തീർച്ചയായിട്ടും അതെല്ലാം അക്സെപ്റ്റ് ചെയ്യണം. പുതിയ പാർട്ടീസ് വരണം. അപ്പൊ അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അവരുടെ ആശയങ്ങളും ഇങ്ങനെ കുറെ ആൾക്കാർ മുമ്പോട്ട് വന്നാൽ മാത്രമേ നമ്മുടെ നാട് ബെറ്റർ ആവത്തുള്ളൂ. പുതിയ പുതിയ ആശയങ്ങളായിട്ട് പുതിയ ആൾക്കാർ കടന്നു വന്നാൽ മാത്രമേ എല്ലാവർക്കും ഒരു മാറ്റം വരത്തുള്ളൂ. അപ്പം നല്ല ആശയങ്ങളാണ് ബ്രോ. ഓൾ ദി ബെസ്റ്റ്. അപ്പം എനിവേ ഒരു വിജയ ആശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്.